നമസ്കാരം. ആരുടെയും കബളിപ്പിക്കലിലും പറ്റിക്കലിലും തളർന്നു പോകുന്നവരല്ല ഞങ്ങൾ. വർദ്ധിത വീര്യത്തോടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഇന്നലെ നിരവധി പ്രേക്ഷകർ ഞാനിതുവരെ കാണാത്തൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഇന്നലത്തെ സെയിലിംഗ് കമന്ററി കണ്ടിട്ട് നമ്മുടെ മന്ത്രി വിഴിഞ്ഞം കോൺക്ലേവ് നടന്നു കഴിഞ്ഞ ഉടൻ രണ്ടാം ദിവസം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ചെറിയൊരു ക്ലിപ്പിംഗ് ആണ്. കണ്ടിട്ട് നമുക്ക് തുടരാം. 51 ആളുകളാണ് നിക്ഷേപത്തിനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കൺക്ലൂഷനായിരുന്നു ഉണ്ടായിരുന്നത്. 51 നിക്ഷേപ സാധ്യതകളാണ് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചത്. തുറമുഖവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെത്തിയപ്പോൾ അതിൽ 50 മുങ്ങി. വേണമെങ്കിൽ ഒരെണ്ണം അദാനി എന്ന് നമുക്ക് പറയാം. അദാനി ഗ്രൂപ്പിന്റെ ഒരു നിക്ഷേപ വാർത്തയുണ്ടായിരുന്നു. ഈ 50 എണ്ണം എവിടെ പോയി? തിരുവനന്തപുരത്തിരിക്കുന്നവർ, തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്നവർ, തിരുവനന്തപുരം വഴി കേരളവും ഇന്ത്യയും രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ ഭാഗത്തിരിക്കുന്നവരും, എല്ലാ ജില്ലകളിലിരിക്കുന്നവരും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്നവർ. കാരണം ഇത് തിരുവനന്തപുരത്തിന്റെ മാത്രം പ്രൊജക്റ്റായിട്ട് ഒരിക്കലും ഞങ്ങൾ അവകാശപ്പെട്ടിട്ടില്ല. ഇത് കേരളത്തിന്റെയും ഇന്ത്യയുടെയും പ്രൊജക്റ്റാണ്. അങ്ങനെ ഈ പ്രോജക്റ്റിനെ കബളിപ്പിക്കുവാൻ ഇവിടെ താല്പര്യം കാണിച്ച 50 പേരെ മുക്കിയ മന്ത്രിയുടെ ഈ പ്രവൃത്തി തുടങ്ങിയിട്ട് 10-15 വർഷങ്ങളായിട്ടുണ്ട്. അന്നും ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, തുടർന്നും ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. ഞങ്ങൾ ഒരിക്കലും നിരാശരായി അയ്യോ പൊത്ത എന്ന് പറഞ്ഞ് വിളിച്ച് കമിഴ്ന്ന് കിടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ കൂടുതൽ ശക്തിയോടെ, ഇലക്ട്രിക് കളർ ശോഭയോടെ ഞങ്ങൾ തുടർന്നും പ്രവർത്തിക്കും. അതില് മന്ത്രിക്ക് കൊണ്ടുവരാൻ പറ്റാത്ത അതിനേക്കാൾ കൂടിയ നിക്ഷേപകരെ ഞങ്ങൾ കൊണ്ടുവരും. ഈ തുറമുഖത്ത് തന്നെ അത്തരം ഇൻവെസ്റ്റ്മെന്റ്സ് ഇനിയുള്ള കാലത്ത് കൊണ്ടുവരുമ്പോൾ അടുത്ത 1 കൊല്ലത്തിനകം ഈ നാട്ടുകാർ അതിനുള്ള നടപടികൾ എന്താണ് സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകരും ഈ നാട്ടുകാരും ഇനിയുള്ള ദിവസങ്ങളിൽ തീരുമാനിക്കും. അതിന് അവരുടെ മുമ്പിൽ 1 കൊല്ലം ഇനിയും ബാക്കി കിടപ്പുണ്ട്. മന്ത്രിക്കും മഹാന്മാർക്കും കാണാൻ പറ്റാതെ പോയ, എന്നാൽ ഇവിടെ വരേണ്ട ഏറ്റവും വലിയ നിക്ഷേപങ്ങളിൽ ഒന്ന്, അതിനെക്കുറിച്ച് ഇന്നാട്ടുകാരൻ തന്നെയാണ്. ദൂരെ ഒന്നും പോകണ്ട, പുറം നാട്ടിലും പോട്ട, മറുനാട്ടിലും പോകണ്ട. ഇവിടെയുള്ള സർക്കാർ സർവീസിലിരുന്നു കൊണ്ട് തന്റെ കഴിവുകൾ തെളിയിച്ച ഒരു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ റാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സർവീസിലിരിക്കുമ്പോൾ ഇവർക്കൊന്നും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല. റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴാണ് അവരുടെ കഴിവുകൾ മുഴുവൻ അവർ പുറത്തെടുക്കുന്നത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് CIT നിന്ന് പഠിച്ച് IIT റൂർക്കിയിൽ പഠനം തുടർന്ന് അത് കഴിഞ്ഞ് സംസ്ഥാന സർക്കാരിലും കേന്ദ്ര സർക്കാരിലും പ്രവർത്തിച്ച ശ്രീ മുരുകേശൻ, അദ്ദേഹം മെത്തനോൾ, വേസ്റ്റിൽ നിന്നുള്ള മെത്തനോൾ നമ്മുടെ കപ്പലുകൾക്ക് നൽകേണ്ട പ്രോജക്റ്റ് തയ്യാറാക്കി. അതിന്റെ നാൾ വഴികൾ ഇങ്ങനെയാണ്. ഹിയർ ഇസ് എ ഡീറ്റെയിൽ റൈറ്റപ്പ് ഓൺ ഗ്രീൻ മെത്തനോൾ പ്രൊഡക്ഷൻ അറ്റ് ട്രിവാൻഡ്രം ഫ്രം മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ആൻഡ് ബയോമാസ്. അതിന്റെ നടപടിക്രമങ്ങൾ എന്താണ്, നാൾ വഴി എങ്ങനെയൊക്കെയാണ് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഘട്ടങ്ങൾ: ഗ്യാസിഫിക്കേഷൻ, അനേറോബിക് ഡൈജഷൻ, ഫെർമെന്റേഷൻ, സിൻഗ്യാസ് ക്ലീനിങ്, മെത്തനോൾ സിന്തസിസ്, മെത്തനോൾ പ്യൂരിഫിക്കേഷൻ, ഒടുവിൽ കപ്പലുകൾക്ക് കൊടുക്കേണ്ട മെത്തനോൾ ഫ്യൂവൽ. ഇങ്ങനെ ഒരു ടെക്നോളജിയുടെ തിയറി മുഴുവൻ അരച്ച് കലക്കി മനസ്സിലാക്കി പ്രോജക്ട് റിപ്പോർട്ടായിട്ട് അദ്ദേഹം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതില് ഇനിയുള്ള നടപടികൾ എന്താണ് എന്നുള്ളത് അദ്ദേഹം കാത്തിരിക്കുകയാണ്. പ്രൊഡ്യൂസിംഗ് ഗ്രീൻ മെത്തനോൾ ഫ്രം മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ആൻഡ് ബയോമാസ് ഇൻ ട്രിവാൻഡ്രം offers a sustainable solution for waste management, renewable energy generation and low carbon fuel production. ഇങ്ങനെ മുഴുവനൊന്നുമില്ല. ഇപ്പോഴും ഫോസിൽ ഫ്യൂവലിൽ തന്നെ കപ്പലുകൾ ഓടുന്നു. മെത്തനോൾ എന്ന് പറയുന്ന ബദൽ ഇന്ധനം ലോകത്ത്
അത്ര അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. കാരണം എന്താണ്? ഫോസിൽ ഫ്യൂവലിന്റെ നീരാളിപ്പിടുത്തം അത്ര വലുതാണ്. അതിനെ അതിജീവിച്ച് ഇങ്ങനെയുള്ള ബദൽ ഇന്ധനങ്ങൾ വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അങ്ങനെയുള്ള ബദൽ ഇന്ധനത്തിന്റെ പരീക്ഷണവും അതിന്റെ ഉപയോഗവും ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതിന്റെ ഒരു റിപ്പോർട്ട് ഒടുവിൽ തരാം. ഇത് ഒരു മുതിർന്ന എഞ്ചിനീയർ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ റാങ്കിൽ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥന്റെ സംഭാവനയാണെങ്കിൽ, മറുവശത്ത് പുതിയ തലമുറയിൽപ്പെട്ട ഇപ്പോൾ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികൾ, യങ് ടർക്സ്, അവര് മത്സ്യത്തൊഴിലാളികളുടെ ഔട്ട്ബോർഡ് എഞ്ചിനിൽ മെത്തനോൾ ഉപയോഗിച്ച് ഓടിക്കുന്നതിന്റെ പരീക്ഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും കേരള സർക്കാരിന് ഒരു പങ്കുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരവരുടെ കഴിവനുസരിച്ച് അവരവർ പ്രവർത്തിച്ച് പ്രൊജക്റ്റുകളാക്കി നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണം, ഗവേഷണങ്ങൾ നടത്തി അവരുടെ ഒരു ബദൽ ഇന്ധനം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു സ്വീകാര്യത വരുത്തുക. ആർക്കു വേണ്ടിയാണ്? ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി. ഏറ്റവും ബുദ്ധിമുട്ടുന്ന, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരല്പം ആശ്വാസം നൽകുന്ന ഒരു പ്രവർത്തനം നടത്തുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ്. അങ്ങനെ രണ്ട് തലമുറയിൽപ്പെട്ടവർ നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരു ബദൽ ഇന്ധനം കണ്ടെത്തുവാനും അത് പ്രയോഗത്തിൽ കൊണ്ടുവരുവാനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നമ്മുടെ ഇൻവെസ്റ്റ് കേരളയിൽ വരാതെ പോയത്? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട അപകടം. ശ്രീ മുരുകേശൻ സാർ ഇവിടെ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഗോളതലത്തിൽ അതിഗംഭീരമായ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കോസ്കോ ഷിപ്പിംഗ് നെയിംസ് യാങ്പോ, പുതിയ കപ്പലിന് ഒരു പേരിട്ടു, യാങ്പോ, ചൈനാസ് ഫസ്റ്റ് ലാർജ് മെത്തനോൾ ഫ്യൂവൽ കണ്ടെയ്നർ ഷിപ്പ്. അവർ പലർക്കും വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ കപ്പൽ പേരിട്ടു യാങ്പോ. ചൈനീസ് ഒഫീഷ്യൽ സെലിബ്രേറ്റഡ് ദി അച്ചീവ്മെന്റ്സ് ഓഫ് ദി സെലിബ്രേറ്റഡ് എന്നാണ് Chinese officials celebrated the achievements of the vessel, reporting that COSCO Shipping Heavy Industry identified 163 research topics to address in developing a large methanol fuel vessel. ഒരു വലിയ കപ്പൽ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവര് 163 റിസർച്ച് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്തു. ഇതാണ് കമ്മിറ്റ്മെന്റ്. ഒരു പ്രോജക്റ്റ് വിജയിപ്പിക്കുവാനുള്ള കമ്മിറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഇനിയും വരുന്നുണ്ട്. Their report receiving 31 invention patents related to methanol energy technology for the vessel. കപ്പലിന് മെത്തനോൾ ഫ്യൂവൽ കൊടുക്കുന്ന ആ ഗവേഷണത്തിന്റെ ഇടയിൽ അവർക്ക് 31 കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റുകൾ ലഭിച്ചു. ഇതാണ് ഒരു രാജ്യം വളരാനുള്ള അവരുടെ അദമ്യമായ ആഗ്രഹം. അതില്ലാത്തവരിവിടെ ചില നാടകങ്ങൾ കളിച്ചുകൊണ്ടേയിരിക്കും. COSCO placed an order of 4 methanol dual fuel 16,000 TEU container ships in 2023 after an initial order in 2022 for 12 methanol ships, each with a capacity of 24,000 TEU. അടിയറ സിമ്പൽ 24,000. ഇവിടെ ബിയ പുറപ്പെട്ടിട്ടുണ്ട്, സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് 23,000. അതിന്റെ പിന്നാലെ അയറിന് വരുന്നുണ്ട്. 24,000 TEUവിന്റെ 12 മെത്തനോൾ വെസൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. which will be deployed for COSCO and OOCL. ചൈനയിലെ 2 പൊതുമേഖലാ കമ്പനികളാണ്. അവർക്ക് വേണ്ടി 24,000ന്റെ 12 കപ്പൽ വരുന്നുണ്ട്. മൊത്തം എത്രയാണ്? റിപ്പോർട്ട്സ് ഇൻഡിക്കേറ്റ് the company has expanded its methanol order book to a total of 28 vessels currently. 28 വെസൽ കോസ്കോ മാത്രമായിട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ച ഓർഡർ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവര് മെത്തനോളിന്റെ പുതിയ അവരുടെ സ്വന്തമായിട്ട് കോസ്കോ കപ്പൽ ഇറക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന് ഈ ഗവേഷണം നടത്തുമ്പോൾ അതിന്റെ ആഗോള വ്യാപ്തി എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷേ നമ്മളെ ഭരിക്കുന്നവർക്ക്, നമ്മളെ നയിക്കുന്നവർക്ക് ഇതൊന്ന് ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിവില്ലാതെ പോയതിന്റെ ദുര്യോഗമാണ് കേരളീയർ ഇന്ന് അനുഭവിക്കുന്നതും ഇനിയുള്ള ദിവസങ്ങളിൽ അനുഭവിക്കാൻ പോകുന്നതും. നമുക്ക് സാധാരണക്കാർക്ക് സർക്കാരുകൾ നമ്മളെ കബളിപ്പിക്കുകയാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ തുറമുഖത്ത് നിക്ഷേപങ്ങൾ കൊണ്ടുവരുവാൻ, പുതിയ പുതിയ സാധ്യതകൾ നടപ്പിലാക്കുവാൻ നമുക്ക് തന്നെ മുന്നിട്ടിറങ്ങാം. ഇന്നലെ UK-യിലിരിക്കുന്ന സെയിലിംഗ് കമന്ററിയുടെ ഒരു പ്രേക്ഷകൻ സുഹൃത്ത്, അദ്ദേഹം
തുറമുഖവുമായി ബന്ധപ്പെട്ട് നടത്താൻ പറ്റുന്ന ഒരു ബിസിനസിനെ കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം കാണുന്നത് ഒരു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കോർഡിനേഷനിലൂടെ ഇവിടെ ഒരു പ്രൊജക്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹം അന്വേഷിച്ചത്. ഐ ക്യാൻ സീ എ പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ബിൽഡിംഗ് അപ്പ്. എന്താണ് ഒരു വലിയ സാധ്യത? വളർന്നു വരുന്നു, രൂപം കൊള്ളുന്നു. ഐ ആം കറന്റ്ലി സ്പീക്കിംഗ് വിത്ത് ഫ്യൂ സപ്ലയേഴ്സ് ഇൻ UK ആൻഡ് അതർ കൺട്രീസ്. അദ്ദേഹം ജോലി ചെയ്യുന്ന രാജ്യത്തെ UK-യിലെയും സമീപ രാജ്യങ്ങളിലുമുള്ള സപ്ലയേഴ്സുമായിട്ട് അദ്ദേഹം സംസാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ്? കേരളത്തിലെ തലസ്ഥാനത്തെ നമ്മുടെ ട്രിവാൻഡ്രം പോർട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു ബിസിനസ് സംരംഭം നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളതിന്റെ അന്വേഷണം അദ്ദേഹം നടത്തുന്നു. അദ്ദേഹം തുടങ്ങി. അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അനുവദിക്കുമെങ്കിൽ അത് ക്രമേണ ഞാൻ പറയാം. എന്തായാലും അങ്ങ് UK-യിലിരിക്കുന്ന ആള് പോലും, സമയത്തിന്റെ വ്യത്യാസം അറിയാമല്ലോ, അദ്ദേഹം പോലും ഇത്തരം പ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള അന്വേഷണങ്ങൾ വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്, UK-യിൽ നിന്ന് വരുന്നുണ്ട്, ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, പല ഭാഗത്തു നിന്നും വരുന്നത് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള മറുനാട്ടിലിരിക്കുന്നവരുമായി ചേർന്ന് ഒരു സംരംഭം ഇവിടെ നമുക്ക് പടുത്തുയർത്താൻ പറ്റിയാൽ, ഒരു സർക്കാരിന്റെയും ആവശ്യമില്ലാതെ, ഒരു ഇൻവെസ്റ്റ് കേരളയുടെയും ആവശ്യമില്ലാതെ നമുക്ക് നമ്മുടെ പ്രോജക്റ്റിനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. കാരണം എന്താണ്? ഈ പ്രോജക്റ്റിനെ ചവിട്ടി താഴ്ത്തി കൊല്ലാൻ ശ്രമിച്ച ആളുകളാണ് ഇപ്പോൾ രക്ഷകരായി ഉടുപ്പണിഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് വീണ്ടും നമ്മളെ കബളിപ്പിക്കുവാൻ ധൈര്യം കാണിക്കുന്നത്. അതിലൊന്നും നമ്മൾ ആശങ്കപ്പെടേണ്ട. നമുക്കുള്ള പങ്ക് തീർച്ചയായിട്ടും, ഈ തുറമുഖത്തിന്റെ പങ്ക് അത് കൃത്യമായി നിർവഹിച്ചിരിക്കും. അതിന്റെ പ്രയോജനം തലസ്ഥാനത്തിന് മാത്രമല്ല, കേരളം മുഴുവനും രാജ്യം മുഴുവനും എത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത.